എൻ്റെ മാത്രം അനുഭവമാണെന്ന് അറിഞ്ഞൂടാ ഈ ആളുകൾ കൺസീവ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു കഴിഞ്ഞ 5-6 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഞാനിപ്പോൾ എന്താ പറയുക, ഞാൻ ഒരു ഒരു അതായത് ഇപ്പോൾ ഒരു ഹൈറാർക്കി നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ സീനിയറായിട്ടുള്ള ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ആളുകളുടെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ക്യാരവാനിലിരിക്കുന്ന ഒരു നടനൊന്നുമല്ല എങ്കിൽ കൂടി ആ ഒരു വേർതിരിവ് ഇപ്പോൾ മലയാള സിനിമയിൽ വളരെ കുറവാണ്. ഇപ്പോൾ സംവിധായകനും ഇപ്പോൾ സംവിധായകനെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കേണ്ട ഒരു സിസ്റ്റം ഇല്ല നമുക്ക്. അല്ലെങ്കിൽ സംവിധായകൻ എന്നെ പോലത്തെ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും സിനിമ സംവിധായകൻ്റെ കലയാണ്, അയാളുടെ ഗൈഡൻസിലാണ് നമ്മളെല്ലാം ചെയ്യുന്നതെങ്കിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നത് മറ്റേ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് വരേണ്ടതാണ്, അതിങ്ങനെ അഭിനയിച്ച് കാണിക്കേണ്ടതല്ല. അപ്പോൾ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തമ്മിലുണ്ട്. ഇപ്പോൾ ചായ കൊടുക്കുന്ന ആളായാലും അല്ലെങ്കിൽ ഡ്രൈവർ ആയാലും അസോസിയേറ്റ് ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയിക്കഴിഞ്ഞാലും ഒരു കൂട്ടായ്മയുടെയാണ്. എനിക്ക് ഇന്നത്തെ എല്ലാ സിനിമകളും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഭാഗമാകുന്ന ഒട്ടുമിക്ക സിനിമകളിലും ആ ഒരു വേർതിരിവൊന്നുമില്ല. കഥാപാത്രത്തിൻ്റെ വലിപ്പം ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവും. അത് കാര്യം എപ്പോഴും നമ്മുടെ കരിയർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും മേജർ ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു മരം നിന്നിട്ട് അതിൻ്റെ ചുറ്റും ഓടുക, പ്രേമിക്കുക, ഒരു നായിക ഉണ്ടാവുക, ഹീറോ ആവുക, മസിലുണ്ടാക്കുക, അതൊന്നും നമ്മുടെ പ്രയോറിറ്റി അല്ല. പക്ഷേ നമ്മളുടേതെന്ന് അവകാശപ്പെടാവുന്ന സിനിമകളുണ്ടാവണം. അല്ലെങ്കിൽ അത്തരം സിനിമകൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ മുകളിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഞാനിപ്പോൾ ലീഡ് റോൾസ് ചെയ്യാറുണ്ട്, ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനൊരു പ്രൊഡ്യൂസർ വരുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും റിട്ടേൺസ് കൊടുക്കാനുള്ളൊരു ഒരു പ്രാപ്തി നമുക്കുണ്ടാകണം. അത് നിൽക്കുമ്പോൾ കൂടി ഞാൻ പൊതുവെ ഒരു തിരക്കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതൊരു നല്ല തിരക്കഥ ആയിരിക്കണം എന്നുള്ളതാണ്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു താരമല്ലാത്ത കാലത്തിടത്തോളം ഞാൻ ആഗ്രഹിക്കാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എനിക്ക് ലഭിക്കുന്ന പരിമിതമായ വേഷങ്ങളിൽ ലോജിക്കുള്ളതും ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള തിരക്കഥയായിരിക്കണം, നല്ലൊരു സംവിധായകനായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കും, അതായത് ഒരു മികച്ച ഒരാളുടെ ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ക്വാളിറ്റി ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. മികച്ച സംവിധായകൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇന്ന് വരെ ആളുകൾ നമ്മളോട് പറയുന്ന, അപ്പം നമ്മളെ പെർഫോമൻസ് നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒറ്റ കമ്പ് ചെയ്തുണ്ടാക്കിയ സാധനമൊന്നുമല്ല ശരിക്കും. അത് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ ഗൈഡൻസിൽ നല്ല നടന്മാരുടെ ഒപ്പം നിന്നിട്ട്, അതായത് എൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് എൻ്റെ വലിയൊരു പങ്ക് സംവിധായകനും തിരക്കഥാകൃത്തിനും ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഈ കേൾക്കുന്ന കഥാപാത്രം എന്നെ എക്സൈറ്റ് ചെയ്യിക്കണം. എപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുകയുള്ളൂ. ഇപ്പോൾ പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കേണ്ടായി. അപ്പോൾ ഇത് ഞാൻ 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞു, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രേമം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന സംവിധായകൻ എന്നെ വിശ്വസിച്ച് ഒരു ഹ്യൂമർ ക്യാരക്ടർ തന്നു. അൽഫോൺസ് പുത്രൻ തന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ആ ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടർ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല, അല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ശ്രമിക്കുകയും അത് വർക്കാവുകയും ചെയ്തു. അതെനിക്കൊരു അവസരം കിട്ടിയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലേ? അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവണം നല്ല, എങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ആസ് ആൻ ആക്ടർ എനിക്ക് വളർച്ചയുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ സംഭവം അതൊരു മടുപ്പാവും ശരിക്കും ചെയ്യുന്ന ആൾക്കും കാണുന്ന ആൾക്കും. കാര്യം നമ്മൾ ഒരു ക്യാരക്ടർ എക്സൈറ്റ് ചെയ്യിക്കാത്തിടത്തോളം നമ്മൾ അതിനു വേണ്ടി വലിയ പണിയെടുത്തില്ല എന്നിരിക്കും. ഒരു നല്ല ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും, ഞാൻ എങ്ങനെ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകാത്ത വഴികളിലൂടെ എനിക്ക് പോകാൻ സാധിക്കണം, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത, ആസ് ആൻ ആക്ടർ ഞാൻ എക്സ്പ്ലോർ ചെയ്യാത്ത തലങ്ങളിലൂടെ എനിക്ക് പോകാൻ പറ്റണം, അല്ലെങ്കിൽ അത്ര മികച്ചൊരു സംവിധായകൻ എന്നെ ഗൈഡ് ചെയ്യണം, ഒരു മികച്ച തിരക്കഥ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഭയങ്കര രസമുള്ളൊരു പ്രൊഡ്യൂസറാണ് ഞാൻ. അദ്ദേഹത്തിനൊപ്പം ഇതിനു മുമ്പ് ജാനകി എന്ന് പറയുന്ന സിനിമയിലും ഞാനൊരു വേഷം ചെയ്തിരുന്നു. പൊതുവേ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റേഴ്സ് മാത്രമായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക്
അതിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. മറ്റേ തമ്പിച്ചാൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, ഒരുപാട് മികച്ച സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം കണ്ടിട്ടുള്ള ഒരുപാട് നല്ല പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. കാര്യം ആ ഭാഗത്ത് നിന്നിട്ട് അഭിനോടൊരു സജഷൻ പറയുന്നതോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള, എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട്, അതായത് ഒരു ഏജ് വൈസൊക്കെ നമ്മളേലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എക്സ്പീരിയൻസ് വൈസും ഇപ്പോൾ എന്താ പറയുക എല്ലാം കൊണ്ടും. അമേരിക്കയിലൊരു വലിയൊരു ബിസിനസ്മാൻ അദ്ദേഹം, അല്ലെങ്കിൽ ഒരുപാട് മികച്ച വേഷങ്ങളും മികച്ച സിനിമകളും പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പക്ഷേ ഒരു മൊമെൻറ്റിലും പുള്ളി അത് പ്ലേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. ഇത് തമ്പിച്ചാൻ്റെ ഒരാളുടെ കേസല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ മൻസൂർ മാംഗൂസുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും അങ്ങനെയായിരുന്നു. ഈ അബി വർഗീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഞാൻ ലോകത്ത് കണ്ട ഏറ്റവും നല്ല മനുഷ്യരുള്ള ഒരാളാണ്. ഇവിടെ ചെയ്തതിലും ഒരുപാട് നല്ല സ്മൂത്തായിട്ട് പോയി. അത്ഭുതം എന്ന് പറയുന്നൊരു കാര്യം, മൊത്തത്തിൽ നടന്മാരുൾപ്പെടെ ഒരു 30 പേരാണ് സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാര്യം അത്രത്തോളം പ്രീ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അത്രയും എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ടെക്നിക്കൽ ക്രൂ ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും അമേരിക്കക്കാരാണല്ലോ. നമ്മളിവിടുന്ന് കുറച്ച് നടന്മാർ പോയി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ അബി മറ്റേ അമേരിക്കൻ സിറ്റിസനാണ്, അല്ലെങ്കിൽ തമ്പിച്ചായൻ അതുമായി ബന്ധപ്പെട്ട എല്ലാവരും അമേരിക്കൻ സിറ്റിസൻസാണ്. പിന്നെ ടെക്നിക്കൽ ക്രൂ മുഴുവൻ അമേരിക്കൻസ് ആയിരുന്നു, വൈറ്റ്സ് ആയിരുന്നു. എന്താ പറയുക, അപ്പോൾ ഭയങ്കര സ്മൂത്തായിരുന്നു. അങ്ങനെ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അതും 24 ദിവസമാണ് ടോട്ടൽ ഷൂട്ടിംഗ് ഡേയ്സ്. കുറച്ചിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്തത്, അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫീച്ചർ ഫിലിം 24 ദിവസത്തിൽ അവർ ഷൂട്ട് ചെയ്ത് തീർത്തു.